നമ്മളിന്ന് നോക്കാൻ പോകുന്നത് DDL സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് DML സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. DDL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പം DDL സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ്, ഡ്രോപ്പ്, ഓൾട്ടർ, ട്രങ്കേറ്റ് ആൻഡ് റീനെയിം. ഇത്രയാണ് നമ്മൾക്ക് വരുന്നത് DDL സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനും ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡ്രോപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡ്രോപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ആ ടേബിളിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ ടേബിൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓൾട്ടർ ആണ്. ഓൾട്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ടേബിളിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾട്ടർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രങ്കേറ്റ് ആണ്. ഈ ട്രങ്കേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ടേബിളിലുള്ള വാല്യൂസ് ഡിലീറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഈ ഡ്രോപ്പ് ടേബിളുണ്ട്, ട്രങ്കേറ്റ് ടേബിളുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് നമ്മൾ പറയണിപ്പം ഡ്രോപ്പ് അതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് ടേബിൾ ഇപ്പം എൻ്റെ ടേബിളിൻ്റെ പേര് എംപ്ലോയി എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കാം. അപ്പം ഡ്രോപ്പ് ടേബിൾ നെയിം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടേബിൾ അങ്ങനെ തന്നെ ഡിലീറ്റ് ആയി പോവുക ചെയ്യുക. പിന്നെ അങ്ങനെ ഒരു ടേബിൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു പ്രൂഫും അവിടെ ഉണ്ടാവില്ല. അതിൻ്റെ ഒന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. അതേസമയം ട്രങ്കേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ട്രങ്കേറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രങ്കേറ്റ് ടേബിൾ നെയിം. ഇപ്പം ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള റോസ് മാത്രമേ ഡിലീറ്റ് ആയി പോവുള്ളൂ. ടേബിളിൻ്റെ സ്ട്രക്ചർ അവിടെ തന്നെ കാണും. അതായത് എന്തൊക്കെ കോളംസ് നമ്മൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവിടെ കാണും. പക്ഷേ അതിനകത്തുള്ള റോസ് എല്ലാം എന്തായി പോവും, ഡിലീറ്റ് ആയി പോവും. അതാണ് ഡ്രോപ്പും ട്രങ്കേറ്റും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് റീനെയിം. റീനെയിം ചെയ്യാന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇപ്പോൾ ഓൾറെഡി നമ്മൾക്ക് ടേബിളിൻ്റെ പേര് നമുക്ക് മാറ്റണമെങ്കിലോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് റീനെയിം ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീനെയിം സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് വരുന്നതാണ് DML. DML മീൻസ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അപ്പം ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. സെലക്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ടേബിളിലുള്ള വാല്യൂസ് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. പിന്നെ ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഓൾട്ടർ പറഞ്ഞ പോലെ തന്നെ ഓൾട്ടർ, പക്ഷേ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത് ടേബിളിൻ്റെ സ്ട്രക്ചറാണ് ഓൾട്ടർ ചെയ്യുന്നത്. ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോളത്തിലെ വാല്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ സാലറി ഇപ്പം 1000 ആണ്. ഇപ്പോൾ എനിക്കത് 2000 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്നതാണ് ഡിലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് വേണ്ടിയിട്ടാണ്, ടേബിളിലുള്ള വാല്യൂസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ. ഇപ്പം നമ്മളത് നേരത്തെ ഇവിടെയും കണ്ടു ട്രങ്കേറ്റ് എന്നുള്ളത്, ഇവിടെ ഡിലീറ്റും ഉണ്ട്. രണ്ടിൻ്റെയും യൂസ് സെയിം ആണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾക്ക് വേർ കണ്ടീഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ട്രങ്കേറ്റിൽ ഇതാണ് അതിൻ്റെ സിൻടാക്സ്, നമുക്ക് ഇതിനകത്തുനിന്ന് വേറൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഡിലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, ഡിലീറ്റ് ഫ്രം എംപ്ലോയി where employee ID equal to 89. ഇങ്ങനെ നമ്മൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതേസമയം ട്രങ്കേറ്റിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്രങ്കേറ്റിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിളിലെ എൻറ്റയർ വാല്യൂസ് ഡിലീറ്റ് ആയി പോവുക ചെയ്യാം. പക്ഷേ ഡിലീറ്റിൽ നമ്മൾക്ക് അങ്ങനെയല്ല. ഡിലീറ്റിൽ എന്ത് യൂസ് ചെയ്യാം, വേർ, അതായത് കണ്ടീഷൻ കൊടുത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിഫറൻസ് നമ്മൾ പറയുന്നത്. ഡിലീറ്റ് ഫ്രം എംപ്ലോയി വെയർ എംപ്ലോയി ID ഈക്വൽ ടു 89 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി ID 89 ആയിട്ടുള്ള ആ എംപ്ലോയിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് DML സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് നോക്കാം. ഫസ്റ്റ് ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, എംപ്ലോയി എന്ന് പറഞ്ഞിട്ട്.
അപ്പം ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിലെ ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി. ഇനി എന്തൊക്കെ കോളംസ് എനിക്ക് അതിനകത്ത് വേണ്ടേ? എംപ്ലോയിയുടെ ID വേണം, EMP_ID. എൻ്റെ ഡാറ്റ ടൈപ്പ് ഞാൻ കൊടുക്കുന്നത് ഇൻറ്റ് ആണ്. ദെൻ അടുത്തത് ഞാൻ പറയുന്നത് എംപ്ലോയിയുടെ നെയിമാണ്. എന്തിനാണ് നമ്മൾ ഈ അണ്ടർസ്കോർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ സ്പേസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ സ്പേസിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ദെൻ നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് ഞാൻ കൊടുക്കുന്നത് varchar 25 ആണ് സൈസ്. ദെൻ അടുത്ത വേരിയബിൾ വരുന്നത് ഡെസിഗ്നേഷൻ ആണ്, ഡെസിഗ്നേഷൻ. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഞാൻ കൊടുക്കുന്നത് varchar 20 ആണ് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് വേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. ദെൻ ഡേറ്റ് ഓഫ് ജോയിനിങ് ആണ് എടുത്തത് എനിക്ക് വേണ്ടത്, EMP_date of joining. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഞാൻ കൊടുക്കുന്നതും ഇൻറ്റീജർ ആണ്. ദെൻ അടുത്തത് വരുന്നത് ബേസിക് സാലറി. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഞാൻ കൊടുക്കുന്നത് ഇൻറ്റീജർ ആണ്. ദെൻ ഇതിനകത്ത് ഞാൻ പ്രൈമറി കീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേബിളിലെ ഏതെങ്കിലും ഒരു കോളം നമ്മളെപ്പോഴും പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. അതങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കി ഡീറ്റെയിൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എംപ്ലോയി ID ആണ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ, ആ എംപ്ലോയി ID വെച്ചിട്ടല്ലേ നമ്മൾ എല്ലാ എംപ്ലോയീസിനെയും എന്ത് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ എംപ്ലോയി ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണീക്ക് ആയിരിക്കും. അതായത് അതിനകത്ത് ഒരിക്കലും എന്ത് വരില്ല? റിപ്പീറ്റേഷൻ വരില്ല, ഒരിക്കലും നൾ വാല്യൂം വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈമറി കീ. നമ്മൾ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ട് നമ്പറുണ്ട് നമുക്ക്. ആ നമ്മുടെ നമ്പർ വേറെ ആർക്കും അവൈലബിൾ ആയിരിക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതും എംപ്ലോയി ID. അപ്പോൾ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ പ്രൈമറി കീ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരാളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തത്. നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ആയി. ഇനി എന്ത് വേണം? നമ്മൾ ഇതിനകത്തേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. അപ്പം ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് എന്ത് ലാംഗ്വേജിൽ വരും? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിൽ വരും. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസേർട്ട് ഇൻറ്റു എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്? എംപ്ലോയി. നെക്സ്റ്റ് വാല്യൂസ്. ഏതൊക്കെയാണ് വാല്യൂസ്? ഇതിനകത്ത് നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു എന്നുള്ള ഡാറ്റ ടൈപ്പിലുള്ളതൊന്നും സിംഗിൾ കോട്ട്സിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി varchar, ഡേറ്റ് അങ്ങനെ വരുന്ന എല്ലാ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? സിംഗിൾ കോട്ട്സിനകത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എംപ്ലോയി ID 101 എന്ന് കൊടുത്തു. ഇൻറ്റീജർ ആയതുകൊണ്ട് അതിന് സിംഗിൾ കോട്ട്സിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് ഞാൻ കൊടുക്കുന്നത് പേരാണ്. പേര് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ക്യാരക്ടർ ആയതുകൊണ്ട് സിംഗിൾ കോട്ട്സിലിട്ട് കൊടുക്കുക. ദെൻ എംപ്ലോയി നെയിം. ഇനി എംപ്ലോയിയുടെ ഡെസിഗ്നേഷനാണ് നമ്മൾ പറയുന്നത്. ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ്? ഡേറ്റ് ഓഫ് ജോയിനിങ് ആണ്. ഡേറ്റ് ഓഫ് ജോയിനിങ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇയറേ കൊടുക്കുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറും ഞാൻ 100 എന്ന് കൊടുക്കുകയാണ്. ദെൻ ബേസിക് സാലറി 10,000. 1 റോ ക്രിയേറ്റഡ്. അതായത് ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമുക്കത് ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
എംപ്ലോയി എന്ന് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ നമ്മൾ കൊടുത്ത വാല്യൂസ് അതിനകത്ത് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ് വാല്യൂസ്. അടുത്ത എംപ്ലോയിയുടെ പേര് ഇപ്പം ഞാൻ 102 കൊടുത്തു. പേര് ഞാൻ കൊടുക്കുന്നത് ഇനി അടുത്തത് ഡെസിഗ്നേഷൻ കൊടുക്കണം. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് ഞാൻ കൊടുത്തു. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. അപ്പം അടുത്ത വാല്യൂ ഇൻസേർട്ടായി. ഇനി നെക്സ്റ്റ് ഞാൻ കൊടുക്കുന്നത് എംപ്ലോയി ID 102. ഇപ്പം ഞാൻ 102 തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കാം. നമുക്ക് എന്താ ഉണ്ടാവുക നോക്കാം. കണ്ടോ എറർ വന്നതുണ്ടോ, യുണീക്ക് കൺസ്ട്രെയിൻറ്റ്. അതായത് ഈ 102 എന്നുള്ള നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, എംപ്ലോയി ID എന്നുള്ള ആ ഒരു കോളത്തിന് നമ്മൾ പ്രൈമറിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അതിനകത്ത് വാല്യൂസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിപ്പീറ്റേഷൻ വരാൻ പറ്റത്തില്ല. അപ്പോൾ 102 പിന്നെയും വന്നുകൊണ്ടാണ് എന്തായത് അവിടെ നമുക്ക് അങ്ങനെ ഒരു എറർ വന്നത്. ഇനി നെക്സ്റ്റ് അതും എൻ്റർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് അതും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക്
വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് ഇതിനകത്തൊക്കെ ഇതായോ എന്ന് നമുക്ക് നോക്കാം. സെലക്ട് സ്റ്റാർട്ട് ഫ്രം എംപ്ലോയി. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയി എന്നുള്ള ടേബിളിലെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ കണ്ട സെലക്ട് സ്റ്റാർട്ട് ഫ്രം എംപ്ലോയി. അപ്പോൾ എന്ത് പറ്റും, എല്ലാ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇനി നെക്സ്റ്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 106 ആയിട്ടുള്ള എല്ലാവരുടെയും അല്ലെങ്കിൽ 103 ആയിട്ടുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് എനിക്ക് കാണാം. അതായത്